നമസ്കാരം. ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LD ക്ലർക്ക് പരീക്ഷയോട് അനുബന്ധിച്ച്, അതായത് വരാൻ പോകുന്ന ജില്ലകളിലെ LDC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ലക്ഷ്യം നൽകി വരുന്ന ഒരു സീരീസാണ് LDC പവർ റിവിഷൻ. അതിനകത്ത് സുപ്രധാന നിയമങ്ങളും അതുപോലെ തന്നെ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ടോപ്പിക്കിലുള്ള പവർ റിവിഷനാണ് നമ്മൾ ഇന്നിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ LDC, അതായത് തിരുവനന്തപുരം ജില്ലയിൽ നടന്ന LDC പരീക്ഷയിലെയും അതുപോലെ തന്നെ ഖാദി ബോർഡ് LDC പരീക്ഷയിലെയും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട വിശദീകരണവുമാണ് നമ്മൾ ഇന്നത്തെ ഈ പവർ റിവിഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ച് സമയം കൊണ്ട് മാക്സിമം പോയിന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ പവർ റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൃത്യമായി ഫോളോ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം തിരുവനന്തപുരം ജില്ലയിൽ നടന്ന LDC പരീക്ഷയിൽ നിന്നുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചോദ്യം നമുക്ക് നോക്കാം. സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുക്കൾ ഏതാണ്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ സംബന്ധിച്ചിട്ടുള്ള 4 പോയിന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ശരിയായ വസ്തുതയാണ് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൽ കണ്ടെത്തേണ്ടത്. വേഗം നമുക്ക് ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ, സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത് എന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. ഭരണഘടനയിലെ 326 വകുപ്പിൽ പ്രതിപാദിക്കുന്നത് എന്താണ്? ഒന്നുകൂടെ നമുക്ക് നോക്കാം. സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത് എന്നാണ് ആർട്ടിക്കിൾ 326. ഇത് വകുപ്പല്ല, ആർട്ടിക്കിൾ ആണ് യഥാർത്ഥത്തിൽ വരേണ്ടത്. ആർട്ടിക്കിൾ 326 പ്രതിപാദിക്കുന്നത്. കൃത്യമായി ഓർക്കുക, ഈ ഒരു പ്രസ്താവന ശരിയാണ്. അപ്പോൾ 326 എന്താണ് പറയുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയാലും നടത്തേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പ്രായപൂർത്തി വോട്ടവകാശം അഥവാ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നാണ് ഭരണഘടനയിൽ പറയുന്നത്. കൃത്യമായി ഒരു വസ്തുത ഓർക്കുക. രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം. വകുപ്പ് 331 സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ച് പറയുന്നു. അല്ല, വകുപ്പല്ല. അതായത് 331 അല്ല എന്തിനെ കുറിച്ച് പറയുന്നത്? സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ച് പറയുന്നത്. സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. 1989 61 ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു എന്നാണ് പറയുന്നത്. നോക്കൂ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് 61 ഭേദഗതി. 1989 61 ഭേദഗതിയിലൂടെ 61st അമെന്റ്മെന്റിലൂടെ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ചു എന്നത് വളരെ വളരെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കൃത്യമായി ഓർക്കുക. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്, 2 തെറ്റാണ്, 3 ശരിയാണ്. ഇനി നോക്കൂ, 1989 62 ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം കുറച്ചു. അത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലാവും. ബിക്കോസ് 61 ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് ഏജ് 21 നിന്നും 18 കുറച്ചത്. കൃത്യമായി ഓർക്കുക. അപ്പൊ ഇതിനകത്ത് ഞാൻ ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല, ശരി ഉത്തരങ്ങൾ മാത്രമേ വായിക്കുന്നുള്ളൂ. നോക്കൂ, നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഇതിന്റെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പോ വളരെയധികം പാടായിട്ടുള്ള ഒരു ചോദ്യമൊന്നും അല്ലായിരുന്നു ഇത്. പക്ഷെ ആ സമയത്ത് കൃത്യമായി എഴുതിയ എല്ലാവർക്കും സാധാരണ രീതിയിൽ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു. ഇതിന്റെ അനുബന്ധമായിട്ടുള്ള വസ്തുതകൾ നമുക്കൊന്ന് പരിശോധിക്കാം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത് മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു. അപ്പൊ എന്ന് മുതലാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം 1950 ജനുവരി മാസം 26 എന്നാണോ ഭരണഘടന വന്നത് അന്ന് മുതൽ പ്രായപൂർത്തി വോട്ടവകാശം വന്നതായി കണക്കാക്കപ്പെടുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി നോക്കൂ, ആർട്ടിക്കിൾ 326 ഭരണഘടനയിലെ ആർട്ടിക്കിൾ 326 പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നത്. ഇനി 1989 വരെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 ആയിരുന്നു. ചിലപ്പോൾ ചോദിക്കാം, 1989 മുമ്പ് അല്ലെങ്കിൽ 89 ഭേദഗതി വരുന്നതിന് മുമ്പ് വരെ ഇന്ത്യയിലുള്ള വോട്ടവകാശം അല്ലെങ്കിൽ വോട്ടിംഗ് പ്രായം എന്നത് 21 വയസ്സാണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ള പ്രസ്താവനകൾ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാണോ നമ്മുടെ 61 ഭേദഗതി നിലവിൽ വന്നത് അന്ന് മുതലാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ചത്. അതിന് മുമ്പ് വരെ വോട്ടിംഗ് പ്രായം എത്ര തന്നെയായിരുന്നു? 21 ആയിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കുക. നോക്കൂ, 1989 61 ഭരണഘടനാ ഭേദഗതി പ്രകാരം വോട്ടിംഗ് പ്രായം 21 നിന്നും 18 വയസ്സാക്കി കുറച്ചു. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകളാണ്. അപ്പോൾ എന്താണ് പ്രായപൂർത്തി വോട്ടവകാശം എന്ന് നമുക്കൊന്ന് കൃത്യമായി പരിശോധിക്കാം. ജാതി, മത, വർഗ, ഭാഷ, ലിംഗ, പ്രദേശ വ്യത്യാസങ്ങൾ ഇല്ലാതെ, ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ ഭാഷയുടെയോ ലിംഗത്തിന്റെയോ അതുപോലെ തന്നെ പ്രദേശത്തിന്റെയോ വ്യത്യാസമില്ലാതെ പ്രായപൂർത്തിയായ ഏവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവകാശം നൽകുന്നതാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. അപ്പൊ ഇതിന്റെ ഒന്നും അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇതൊന്നും എന്തല്ല, ഒരു ബാരിയർ അല്ല. അപ്പൊ പ്രായപൂർത്തിയായ ഏതൊരാൾക്കും എന്ത് ചെയ്യാം? ആർട്ടിക്കിൾ 326 പ്രകാരം വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നോക്കൂ, എങ്ങനെയാണ് ഒരാളെ സമ്മതിദായക രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുന്നത്? എങ്ങനെയാണ് ഒരാളെ സമ്മതിദായക രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ വോട്ടേഴ്സ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതെല്ലാം തന്നെ SCRT പോയിന്റ് ഓഫ് വ്യൂവിലുള്ള പോയിന്റുകളാണ്. അപ്പൊ കൃത്യമായി മനസ്സിലാക്കുക. SCRT നിന്നുള്ള വസ്തുക്കളാണ് സാധാരണയായി PSC സ്റ്റേറ്റ്മെന്റുകളായിട്ട് തരാറുള്ളത്. അല്ലാത്തതും തരാറുണ്ട്. എന്നാൽ SCRT കുറച്ചും കൂടെ കൃത്യമായി പഠിക്കുക. നോക്കൂ, നിർദ്ദിഷ്ട ഫോറത്തിൽ അപേക്ഷ നൽകണം. നിർദ്ദിഷ്ട
നിർദ്ദിഷ്ട ഫോറത്തിൽ, അതായത് നമുക്ക് സമ്മതിദായക രജിസ്റ്ററിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നിർദ്ദിഷ്ട ഫോറത്തിൽ നമ്മൾ എന്ത് നൽകണം? അപേക്ഷ നൽകണം. ജനുവരി 1-ാം തീയതി 18 വയസ്സ് പൂർത്തിയായിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആപ്ലിക്കേഷൻ നൽകണം. പക്ഷെ എങ്ങനെയുള്ളവർക്കാണ് ആപ്ലിക്കേഷൻ നൽകാൻ പറ്റുന്നത്? ജനുവരി 1-ാം തീയതി 18 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നും പറയുന്നു. നോക്കൂ, സമ്മതിദാന പ്രദേശത്ത് 6 മാസ കാലയളവിൽ താമസക്കാരനായിരിക്കണം. അതായത് ആ പ്രദേശത്ത് സമ്മതിദാനം നമ്മൾ വോട്ട് ചെയ്യുന്ന പ്രദേശത്ത് 6 മാസമെങ്കിലും, കുറഞ്ഞത് 6 മാസമെങ്കിലും എന്തായിരിക്കണം? നമ്മൾ താമസിച്ചിരിക്കണം അല്ലെങ്കിൽ താമസക്കാരനായിരിക്കണം എന്നാണ് പറയുന്നത്. സോ 3 വസ്തുക്കൾ ഓർത്തോളൂ. നിർദ്ദിഷ്ട ഫോറത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അതുപോലെ തന്നെ സമ്മതിദാന പ്രദേശത്ത് 6 മാസമെങ്കിലും എന്ത് ചെയ്തിരിക്കണം? താമസക്കാരൻ ആയിരിക്കണമെന്നും പറയുന്നു. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം ആർക്കൊക്കെ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കൂ, ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും മറ്റ് അയോഗ്യതകൾ കൽപ്പിച്ചിട്ടില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യാം? മത്സരിക്കാം. അപ്പൊ നോക്കൂ, ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച്, ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ഇംഗ്ലീഷ് ആണ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പഠിക്കുമ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായും ഓർത്തിരിക്കേണ്ട ഒരു നിയമമാണ് ജനപ്രാതിനിധ്യ നിയമം അഥവാ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്. നോക്കൂ, ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും മറ്റ് അയോഗ്യതകൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം എന്നാണ് പറയുന്നത്. കൃത്യമായി ഈ ഒരു വസ്തുത ഓർത്തുവെക്കുക. ഇനി നോക്കൂ, വിവിധ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിന് വേണ്ടി പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായി എന്ത് നിശ്ചയിച്ചിട്ടുണ്ട്? പ്രായപരിധി അല്ലെങ്കിൽ പ്രായം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വസ്തുതകളും PSC പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. സോ വേഗം ആ പോയിന്റുകൾ നമുക്കൊന്ന് വ്യക്തമാക്കാം. നോക്കൂ, നമ്മളൊരു രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ, ഒരു വ്യക്തി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 35 വയസ്സ് തികഞ്ഞിരിക്കണം. അപ്പോൾ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള പ്രായം എത്രയാണ്? 35 വയസ്സാണ്. 35 വയസ്സ് മിനിമം ആയവർക്കേ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നോക്കൂ, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിലും പ്രായം എത്രയായിട്ടാണ് പറയുന്നത്? 35 വയസ്സാണ്. അപ്പോൾ രാഷ്ട്രപതി ആയിക്കോട്ടെ ഉപരാഷ്ട്രപതി ആയിക്കോട്ടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട പ്രായം മിനിമം ഏജ് എത്രയാണ്? 35 ആണ്. നോക്കൂ, രാജ്യസഭ. അടുത്തതായി രാജ്യസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ വേണ്ട പ്രായം വളരെയധികം ശ്രദ്ധിക്കണം. മിനിമം പ്രായം അല്ലെങ്കിൽ പ്രായം എന്ന് പറയുന്നത് 30 വയസ്സാണ്. കൃത്യമായി ഓർക്കുക. ഇത് ചിലർക്കെങ്കിലും സംശയം വരുന്ന ഒരു പോയിന്റ് ആണ്. കൃത്യമായി പഠിക്കുക. ഇനി ലോക്സഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ ഒരു വ്യക്തിക്ക് 25 വയസ്സ് തികഞ്ഞിരിക്കണം. ലോക്സഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട പ്രായം 25 ആണ്. സംസ്ഥാന നിയമസഭ അഥവാ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിലും വ്യക്തിക്ക് 25 വയസ്സ് തികഞ്ഞിരിക്കണം. നഗരസഭകൾ അതുപോലെ തന്നെ, അതായത് കോർപ്പറേഷനുകൾ, അതുപോലെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തുടങ്ങിയവയിൽ മത്സരിക്കേണ്ട പ്രായപരിധി 21 ആണ്. ഇതൊന്നും മാറിപ്പോകാതെ കൃത്യമായി പഠിച്ചെടുക്കുക. ഇതെല്ലാം തന്നെ പല തവണകളിലായി PSC ചോദിച്ച വളരെയധികം ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഏജ് ലിമിറ്റുകളെല്ലാം തന്നെ ഒരിക്കൽ കൂടി ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെ കുറിച്ചാണ്. ഇലക്ട്രൽ റിഫോംസ് എന്ന് പറയും. തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെ കുറിച്ചാണ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഇലക്ഷൻ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രൽ റിഫോംസ്, തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സമ്മതിദായകരുടെ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തി. അതൊരു ഇലക്ഷൻ പരിഷ്കാരമാണ്. സമ്മതിദായകരുടെ അഥവാ വോട്ടേഴ്സിന്റെ ഫോട്ടോ പതിച്ച ഒരു ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ്. അതായത് നമ്മുടെയൊക്കെ കൈവശമുള്ള ഇലക്ട്രൽ കാർഡിൽ, ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡിൽ എന്തുണ്ട്? നമ്മുടെ ഫോട്ടോയുണ്ട്. അതൊരു തിരിച്ചറിയൽ രേഖയായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതെന്ത് തന്നെയാണ്? ഒരു തെരഞ്ഞെടുപ്പ് പരിഷ്കാരമാണ്. സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവിന്റെ പരിധി നിശ്ചയിച്ചു. ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ ചെലവാക്കാവുന്ന തുകയ്ക്ക് എന്ത് നിശ്ചയിച്ചു? ഒരു പരിധി നിശ്ചയിച്ചു. അതായത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പിൽ ചെലവാക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ അവർക്ക് ഫണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതിനൊക്കെ എന്തുണ്ട്? കൃത്യമായ ഒരു പരിധിയുണ്ട്, അല്ലെങ്കിൽ കൃത്യമായ ഒരു ലിമിറ്റ്, ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതും ഒരു ഇലക്ട്രൽ റിഫോം ആണ്, തെരഞ്ഞെടുപ്പ് പരിഷ്കാരമാണ്. അപ്പൊ 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സമ്മതിദായകരുടെ ഫോട്ടോ പതിച്ച ഐഡന്റിറ്റി കാർഡ് ഉണ്ട്, അതൊരു ഇലക്ട്രൽ റിഫോം ആണ്. അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവിന് എന്ത് നിശ്ചയിച്ചു? ഒരു പരിധിയും നിശ്ചയിച്ചു. ഇനി നോക്കാം, രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കുമുള്ള പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കി. അതായത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാക്കമാണ് പെരുമാറ്റച്ചട്ടം. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയും. അപ്പോൾ സ്ഥാനാർത്ഥികൾക്കായിക്കോട്ടെ അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കായിക്കോട്ടെ പെരുമാറ്റച്ചട്ടം നിർണ്ണയിച്ചതും ഒരു തെരഞ്ഞെടുപ്പ് പരിഷ്കാരത്തിൽ പെടുന്ന ഒരു വസ്തുതയാണ്. ഇനി നോക്കൂ, തെരഞ്ഞെടുപ്പുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നടപ്പിലാക്കി. EVM, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. തെരഞ്ഞെടുപ്പുകളിൽ EVM ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നതും അല്ലെങ്കിൽ അതും ഒരു ഇലക്ട്രൽ റിഫോം അഥവാ തെരഞ്ഞെടുപ്പ് പരിഷ്കാരത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒന്നാണ്. പ്രധാനപ്പെട്ട വസ്തുക്കളാണ്, കൃത്യമായി ഓർക്കുക. ഇനി നോക്കൂ, മറ്റ് പരിഷ്കാരങ്ങളും കൂടി നമുക്കൊന്ന് വേഗം നോക്കാം. സമ്മതിദായകരുടെ ഫോട്ടോ പതിച്ച വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡിൽ ഫോട്ടോ ഉൾപ്പെടുത്തി എന്നാണ്. ഇപ്പൊ നോക്കൂ, സമ്മതിദായകരുടെ ഫോട്ടോ പതിച്ച വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. വോട്ടർ പട്ടികയിലും നമ്മുടെ എന്തുണ്ട്? ഇപ്പോ ഫോട്ടോയുണ്ട്. സോ അതും ഒരു ഇലക്ട്രൽ റിഫോം ആണ്. അടുത്തതായി നോക്കൂ,
നോക്കൂ, നിഷേധ വോട്ട് സമ്പ്രദായം അഥവാ നോട്ട നടപ്പിലാക്കി. മറ്റൊരു തെരഞ്ഞെടുപ്പ് പരിഷ്കാരമാണ് നോട്ട. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ ഒന്നും നമുക്ക് താല്പര്യമില്ലെങ്കിൽ, ഒരു ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥികളോട് നമുക്ക് പ്രത്യേക താല്പര്യമില്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യാൻ പോവാതിരിക്കരുത്. നമ്മൾ വോട്ട് ചെയ്യാൻ പോകണം. എന്നിട്ട് നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം? നോട്ട എന്ന സമ്പ്രദായത്തിലേക്ക് നമ്മൾ വോട്ട് ചെയ്യണം. നൺ ഓഫ് ദ എബോ. മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയോട് നമുക്ക് എന്തില്ല? താല്പര്യമില്ല. സോ അതുകൊണ്ട് നമ്മൾ നിഷേധ വോട്ട് രേഖപ്പെടുത്തുന്നു. അതാണ് നോട്ട, നൺ ഓഫ് ദ എബോ. അതും ഒരു തെരഞ്ഞെടുപ്പ് പരിഷ്കാരം എന്നതിന്റെ ഗണത്തിൽ പെടുത്താവുന്ന ഒരു വസ്തുതയാണ്. കൃത്യമായി ഈ പോയിന്റുകൾ ഓർക്കുക. നോക്കൂ, ഇനി നോട്ടയെ കുറിച്ച് PSC ചോദിച്ച ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നോട്ട സംവിധാനം ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം, ലോകത്ത് ആദ്യമായി നോട്ട സംവിധാനം ഏർപ്പെടുത്തിയ രാജ്യം ഏത്? പലതവണ ചോദിച്ചിട്ടുണ്ട്. അത് ഫ്രാൻസ് ആണ്. അപ്പോൾ ലോകത്തിൽ ആദ്യമായി നോട്ട് ഏർപ്പെടുത്തിയ രാജ്യം ഫ്രാൻസ് ആണ്. ഇനി നോക്കൂ, ഏഷ്യൻ രാജ്യങ്ങളിൽ, ഞാൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ചോണം, ഏഷ്യൻ രാജ്യങ്ങളിൽ നോട്ട ആദ്യമായി ഏർപ്പെടുത്തിയത് ബംഗ്ലാദേശിലാണ്. ലോകത്തിൽ ആദ്യമായി ഫ്രാൻസ്, എന്നാൽ ഏഷ്യൻ കൺട്രീസിൽ, ഏഷ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ അത് ബംഗ്ലാദേശാണ്. ഇനി നോക്കാം, നോട്ട ഏർപ്പെടുത്തിയ എത്രാമത് രാജ്യമാണ് ഇന്ത്യ എന്ന് പലതവണ ചോദിച്ചിട്ടുണ്ട്. 14ാമത് രാജ്യമാണ്. നോട്ട ഏർപ്പെടുത്തിയ 14ാമത്തെ രാജ്യം ഇന്ത്യയും നോട്ട ഏർപ്പെടുത്തിയ 15ാമത്തെ രാജ്യം നേപ്പാളുമാണ്. ഇതെല്ലാം തന്നെ PSC പല തവണകളിലായി ചോദിച്ചാണ്, കൃത്യമായി ഓർക്കുക. അപ്പോൾ ഒന്ന് ഫ്രാൻസ്, ആദ്യ ഏഷ്യൻ രാജ്യം ചോദിച്ചാൽ ബംഗ്ലാദേശ്, നോട്ട് ഏർപ്പെടുത്തിയ 14ാമത് രാജ്യം ഇന്ത്യയാണ്, നോട്ട് ഏർപ്പെടുത്തിയ 15ാമത് രാജ്യമാണ് നമ്മുടെ നേപ്പാൾ എന്നും കൃത്യമായി ഓർക്കുക. ഇനി നോക്കൂ, ബാലറ്റിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം ഉൾപ്പെടുത്തി. അപ്പോൾ ഇലക്ട്രൽ റിഫോംസ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ചോദിച്ച 2-3 PQ ഞാൻ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. നോക്കൂ, ബാലറ്റിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം ഉൾപ്പെടുത്തിയതും എന്ത് തന്നെയാണ്? ഒരു പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് പരിഷ്കാരമാണ്. കൃത്യമായി ഇതെല്ലാം ഓർത്തുകൊണ്ട് പോവുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ അനഭിലാഷണീയ പ്രവണതകൾ. അതായത് ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ തടയേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പണത്തിന്റെ സ്വാധീനം ഒന്നാമതായി പറയുന്നു. പണത്തിന്റെ സ്വാധീനം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പണത്തിന്റെ സ്വാധീനം ഒരിക്കലും വരാൻ പാടില്ല. അല്ലെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിയുക്തവുമായി നടത്തുവാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. സോ പണത്തിന്റെ സ്വാധീനം എന്താണ്? അനഭിലാഷണീയമായ ഒരു പ്രവണതയാണ്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച അതിക്രമങ്ങളും നടക്കാൻ പാടില്ല. അല്ലെങ്കിൽ അതും ഒരു എന്താണ്? അനഭിലാഷണീയമായ പ്രവണതയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിക്രമങ്ങളും അതുപോലെ തന്നെ അക്രമങ്ങളും ഒക്കെ തടയുക, അല്ലെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം? തടയണം എന്നാണ് പറയുന്നത്. അതൊരു അനഭിലാഷണീയ പ്രവണതയാണ്. ജാതിമത വിഭാഗക്കാരുടെ സ്വാധീനം, അതായത് വോട്ട് ബാങ്ക് എന്നൊക്കെ നമ്മൾ പറയും. ജാതിമത വിഭാഗക്കാരുടെ സ്വാധീനവും എന്താണ്? ഒരു അനഭിലാഷണീയമായ പ്രക്രിയയായിട്ടാണ് കണക്കാക്കുന്നത്. സ്ത്രീകളുടെ പ്രാതിനിധ്യക്കുറവ്. നോക്കൂ, സ്ത്രീകളുടെ പ്രാതിനിധ്യക്കുറവ് നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ, നമ്മൾ ഇലക്ഷൻ മത്സരിക്കുന്ന കാൻഡിഡേറ്റ്സിന്റെ ഭൂരിപക്ഷം ഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത് ആര് തന്നെയാണ്? പുരുഷന്മാരാണ്. അപ്പൊ സ്ത്രീകളുടെ പ്രാതിനിധ്യക്കുറവ് എന്ത് തന്നെയാണ്? ഒരു അനഭിലാഷണീയമായ അല്ലെങ്കിൽ അത് ഡിസ്കറേജ് ചെയ്യേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ ഇതൊക്കെയാണ് SCERT പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ചില പ്രധാനപ്പെട്ട വസ്തുതകൾ. അപ്പോൾ ചില കുട്ടികളൊന്നും തന്നെ ഇതൊന്നും നോക്കാതെ പോകാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് കൃത്യമായി ഓർക്കാൻ ശ്രമിക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ, ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 324 ആണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ആർട്ടിക്കിൾ 324 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. എന്താണ് അതിൽ ആർട്ടിക്കിൾ 324 പറയുന്നത് എന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ, ശ്രദ്ധിച്ചോളൂ, ഇന്ത്യയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നീതിയുക്തവുമായി നടത്തുവാൻ ചുമതലയുള്ള ഭരണഘടനാ സ്ഥാപനമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് ആർട്ടിക്കിൾ 324 പറയുന്നത്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 324 എന്താണ് പറയുന്നത്? ഇന്ത്യയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾ ഓർക്കേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ രാജ്യസഭാ തെരഞ്ഞെടുപ്പും. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട എന്തൊക്കെയാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പും രാജ്യസഭാ തെരഞ്ഞെടുപ്പും. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ. സംസ്ഥാനങ്ങളിലെ നിയമസഭയിലെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആര് തന്നെയാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതുപോലെ തന്നെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ സ്വതന്ത്രവും നീതിയുക്തവുമായി നടത്താൻ ചുമതലപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ആർട്ടിക്കിൾ 324 പ്രകാരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കൃത്യമായി ഓർക്കുക. ഇനി ഓർക്കാം, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് രൂപീകരിച്ചത്? 1950 ജനുവരി മാസം 25. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിൽ രൂപീകരിച്ചത് 1950 ജനുവരി 25. ജനുവരി 25 നമ്മൾ ദേശീയ സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുന്നു.
അഥവാ നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു. എന്ന് മുതലാണ് ആചരിക്കുന്നത് അല്ലെങ്കിൽ ആചരിച്ചു തുടങ്ങിയത് എന്നും ചോദിച്ചിട്ടുണ്ട് PSC. കൃത്യമായി ഓർക്കുക, 2011 മുതലാണ് ദേശീയ സമ്മതിദായക ദിനം ആചരിച്ചു വരുന്നത്. അപ്പോൾ ഇനി മറ്റു ചില പ്രധാനപ്പെട്ട വസ്തുക്കൾ കൂടി നമുക്ക് വേഗം ഒന്ന് നോക്കാം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ നിലവിലെ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരെന്നാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണ് നിലവിലെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. കറണ്ട് അഫെയറിലും നമുക്ക് ഈ ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ശ്രീ രാജീവ് കുമാർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ നിലവിൽ ആരാണ്? രാജീവ് കുമാർ ആണ്. ഇനി ഇലക്ഷൻ കമ്മീഷനിൽ അംഗങ്ങളായിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആരൊക്കെയാണ് എന്ന് നോക്കാം. ഗ്യാനേഷ് കുമാറും അതുപോലെ തന്നെ സുഖ്ബീർ സിംഗ് സന്ധുവും. 2024 അപ്പോയിന്റ് ചെയ്ത 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആണ്. ഒന്ന് ഗ്യാനേഷ് കുമാർ, 2 സുഖ്ബീർ സിംഗ് സന്ധു. എന്നാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ആണ്. കൃത്യമായി ഓർക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റ് ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും ഇട്ടിട്ടില്ല, പക്ഷേ ഇതെല്ലാം തന്നെ പലതവണ ആവർത്തിച്ച ചോദ്യങ്ങളാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര്? ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് സുകുമാർ സെൻ. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ ആണ്. നേപ്പാളിന്റെയും സുഡാന്റെയും ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും സുകുമാർ സെൻ ആണ്. അതുപോലെ തന്നെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യ വനിത ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് VS രമാദേവിയാണ്. VS രമാദേവിയാണ്. അതുപോലെ തന്നെ ഏറ്റവും കുറച്ചു കാലം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിൽ ഇരുന്ന വ്യക്തിമാർ തന്നെയാണ് VS രമാദേവിയാണ്. 2 ചോദ്യങ്ങൾ. VS രമാദേവിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വനിതാ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇനി അതുപോലെ തന്നെ ഏറ്റവും കുറച്ചു കാലം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിൽ ഇരുന്ന വ്യക്തിമാർ തന്നെയാണ് വനിതയായ VS രമാദേവിയാണ്. ഇനി ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ മലയാളി. അപ്പോൾ ഇന്ത്യയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥാനത്തെത്തിയ ആദ്യ മലയാളിയാണ് TN ശേഷൻ. തിരുനെല്ലായി നാരായണ അയ്യർ ശേഷൻ എന്നറിയപ്പെടുന്ന TN ശേഷൻ പാലക്കാട് ജില്ലയിൽ ജനിച്ച വ്യക്തിയാണ്. അദ്ദേഹമാണ് 10ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അതും ഓർത്തോളൂ, ഇന്ത്യയുടെ 10ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒരു മലയാളിയായിരുന്നു, TN ശേഷൻ. ജനനം പാലക്കാട് ജില്ല, കേരളം. കൃത്യമായി ഓർക്കുക. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവി വഹിച്ച വ്യക്തി, ഏറ്റവും കൂടുതൽ കാലം ലോങ്സ്റ്റ് സെർവ്ഡ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണെന്ന് ചോദിച്ചാൽ കല്യാണ സുന്ദരമാണ്. ഇദ്ദേഹം 2ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. 1ാമത്തേത് സുകുമാർ സെൻ ആണ്, 2ാമത്തേത് കല്യാണ സുന്ദരമാണ് ഏറ്റവും കൂടുതൽ കാലം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന പദവിയിൽ ഇരുന്ന വ്യക്തി എന്നുകൂടി കൃത്യമായി മനസ്സിലാക്കുക. അടുത്തത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആണ്, ഒന്ന് വേഗം വായിക്കാം. ഏറ്റവും കുറച്ചു കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവിയിൽ ഇരുന്ന വ്യക്തി VS രമാദേവിയാണ്. നമ്മൾ നോക്കിയതാണ്. ഈ VS രമാദേവി 9ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നു. 9ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആയിട്ട് നിയമിതയായ വ്യക്തിയായിരുന്നു VS രമാദേവി. അതും കൂടെ ഒന്ന് ഓർത്തുവെക്കുക. നിലവിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ 25ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആണ് എന്നുകൂടി ഓർക്കുക. ചില സന്ദർഭങ്ങളിൽ PSC ഈ ഓർഡിനൽ നമ്പർ, അതായത് എണ്ണം അനുസരിച്ച് ചോദിക്കാറുണ്ട്. അതായത് നിലവിലെ എന്ന് ചോദിക്കില്ല, അവർ 25ാമത്തെ എന്ന് ചോദിക്കും. കൃത്യമായ ഒരു കാര്യങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് സുപ്രധാന നിയമങ്ങൾ എന്ന ടോപ്പിക്കിൽ നിന്നും LDC പരീക്ഷയിൽ 2024 തിരുവനന്തപുരം ജില്ലയിലെ LDC പരീക്ഷയിൽ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ നിന്നും അല്ലെങ്കിൽ ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമത്തിൽ നിന്നും ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ചോദ്യവും അതുപോലെ തന്നെ ഇതേ ടോപ്പിക്കിൽ നിന്നും തൊട്ട് 2 ദിവസം കഴിഞ്ഞ് നടന്ന ഖാദി ബോർഡ് LD പരീക്ഷയിലും ചോദ്യം വന്നിരുന്നു. അപ്പോൾ ആ 2 ചോദ്യങ്ങളും ഞാൻ ആദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വിശദമായിട്ടുള്ള ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ വസ്തുതകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം 2 ക്വസ്റ്റ്യനും അതിന്റെ ഉത്തരങ്ങളും നമുക്കൊന്ന് മനസ്സിലാക്കാം. 1ാമത്തെ ചോദ്യം നോക്കാം. ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ ഗാർഹിക അതിക്രമം, ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? അതായത് ഡൊമസ്റ്റിക് വയലൻസ് എന്ന ഒരു ഗണത്തിൽ നമുക്ക് എന്തിനെയൊക്കെ പെടുത്താം എന്നാണ് ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. 1ാമത്തെ ഓപ്ഷൻ നോക്കൂ. മാനസികവും ശാരീരികവുമായി പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുക. മാനസികമായിട്ടോ ശാരീരികമായിട്ടോ പരാതിക്കാരിയെ ഉപദ്രവിക്കുന്നത് എന്ത് തന്നെയാണ്? ഗാർഹിക അതിക്രമമാണ്. ഇത് നമുക്ക് പ്രത്യേകിച്ച് ഒരു നോളജും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ നിയമത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും നമുക്ക് എഴുതാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്. നോക്കാം. അടുത്ത പോയിന്റ് ഒരു ചെറുതായിട്ടെങ്കിലും ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്ന പോയിന്റ് ആയിരിക്കും. എന്തായാലും നമുക്കൊന്ന് നോക്കാം. സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക. സ്ത്രീധനത്തിന് വേണ്ടിയിട്ടോ സ്വത്തിന് വേണ്ടിയിട്ടോ പരാതിക്കാരിയല്ല, പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക എന്നത് ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുമോ എന്നാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. കൃത്യമായി മനസ്സിലാക്കൂ. പരാതിക്കാരിയെയോ പരാതിക്കാരിയുടെ ബന്ധുവിനെയോ സ്വത്തിനോ മറ്റ് അന്യായമായ പ്രവർത്തികൾക്കോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ പ്രവർത്തികൾക്കോ സ്ത്രീധനത്തിനോ വേണ്ടിയിട്ട്
പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ ഭീതിജനകമായ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, അതിനി പരാതിക്കാരി വിക്ടിം ആയിക്കോട്ടെ, വിക്ടിമിന്റെ ബന്ധുക്കളായിക്കോട്ടെ, അവർക്കൊരു ഭീതിജനകമായ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ അതിനെ എന്ത് തന്നെയായിട്ട് കണക്കാക്കാം? ഗാർഹിക അതിക്രമമായിട്ട് കണക്കാക്കാം. കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഇനി നോക്കൂ, സാമ്പത്തികമായിട്ടുള്ള ചൂഷണം, ഫിനാൻഷ്യൽ ആയിട്ടുള്ള അബ്യൂസ്, സാമ്പത്തികമായിട്ടുള്ള ചൂഷണം ഗാർഹിക അതിക്രമം എന്ന കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പോയിന്റുകൾ എല്ലാം തന്നെ വിശദമായി നമ്മൾ പഠിക്കുന്നു. ഇപ്പൊ ജസ്റ്റ് ഞാൻ ഈ സ്റ്റേറ്റ്മെന്റുകൾ വായിക്കുന്നു എന്നേ ഉള്ളൂ. മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. അപ്പോൾ ഇതിൽ നമുക്ക് എന്തുത്തരമാണ് നമുക്ക് എഴുതാൻ സാധിക്കുന്നത്? 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. അതെല്ലാം തന്നെ ഗാർഹിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. സോ മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രസ്താവനയും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. ഇതെല്ലാം ഡൊമസ്റ്റിക് വയലൻസ് തന്നെയാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഖാദി ബോർഡ് LDയിൽ ചോദിച്ച ചോദ്യമാണിത്. അടുപ്പിച്ചുള്ള 2 പരീക്ഷകളിൽ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ നോക്കൂ, 2005 ഗാർഹിക പീഡന നിയമത്തിലെ 9ാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലയിൽ പെടാത്തത് ഏത്? അപ്പോ ശ്രദ്ധിക്കേണ്ട വസ്തുത ഇതാണ്. ഗാർഹിക പീഡന നിരോധന നിയമത്തില് പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ്, ചുമതലകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാന്ന് ചോദിച്ചാൽ എഴുതേണ്ട ഉത്തരം ഏതാണ്? വകുപ്പ് 9 അപ്പോ ഡ്യൂട്ടീസ് ഓഫ് ദ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 9. ഇനി നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന് നോക്കാം. എ ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു, ഷെൽട്ടർ ഹോമുകളുടെ ഡയറക്ടറി തയ്യാറാക്കുക. ഈ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു കുടുംബത്തിനുള്ളിൽ നടക്കുന്ന അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അതിക്രമങ്ങളെയാണ് നമ്മൾ ഗാർഹിക അതിക്രമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗാർഹിക അതിക്രമം നേടുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ വനിതയ്ക്ക് എന്ത് വേണ്ടി വരും? ചിലപ്പോൾ ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടതായ ഒരു സിറ്റുവേഷൻ വേണ്ടി വരും, ചില സന്ദർഭങ്ങളിലെങ്കിലും വേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവരെ മാറ്റി പാർപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഷെൽട്ടർ ഹോമുകൾ അവൈലബിൾ ആക്കണം, അല്ലെങ്കിൽ ഷെൽട്ടർ ഹോമുകളുടെ സഹായം ഈ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആശ്രയിക്കാറുണ്ട്. അപ്പോൾ ഷെൽട്ടർ ഹോമുകളുടെ ഒരു ഡയറക്ടറി തയ്യാറാക്കുക. നമ്മുടെ ഏരിയയിൽ, അതായത് ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ഏരിയ ലൊക്കാലിറ്റിയിലുള്ള ഷെൽട്ടർ ഹോമുകളുടെയൊക്കെ ലിസ്റ്റ് ആരുടെ കയ്യിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം? നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ കയ്യിൽ കൃത്യമായി ഉണ്ടായിരിക്കണം. എന്നാലേ അവർക്ക് സമയാനുസൃതമായി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വിക്ടിമിനെ മാറ്റി പാർപ്പിക്കാൻ പറ്റുള്ളൂ. സോ അത് കൃത്യമായ ഒരു പോയിന്റ് ആണ്, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഷെൽട്ടർ ഹോമുകളുടെ ഡയറക്ടറി എന്ത് ചെയ്യണം? തയ്യാറാക്കണം. അതുപോലെ തന്നെ ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കണം. നോക്കൂ, സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കണം. ഇത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അപ്പൊ നോക്കൂ, പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന വ്യക്തി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഈ ഉദ്യോഗസ്ഥന് എന്ത് പുറപ്പെടുവിക്കാനുള്ള അധികാരമില്ല? ഈ നിയമവുമായി ബന്ധപ്പെട്ട ഉത്തരവുകളൊന്നും തന്നെ പുറപ്പെടുവിക്കാനുള്ള അധികാരമില്ല. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമത്തിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് മജിസ്ട്രേറ്റ് ആണ്, കൃത്യമായി ഓർക്കുക. അപ്പോൾ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്ന ആരാണ്? മജിസ്ട്രേറ്റ് ആണ്, കൃത്യമായി ഓർക്കുക. ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ ആർക്ക് അധികാരമില്ല? അതല്ലെങ്കിൽ ആരുടെ ഡ്യൂട്ടിയിൽ വരുന്നതല്ല? നമ്മുടെ സംരക്ഷണ ഉദ്യോഗസ്ഥൻ അഥവാ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയിൽ വരുന്നതല്ല. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായ പ്രസ്താവനയാണ്, കൃത്യമായി മനസ്സിലാക്കുക. ഇനി ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് വൈദ്യസഹായം നൽകുക. ഓഫ് കോഴ്സ്, ഗാർഹിക അതിക്രമത്തിന് ഇരയായ വ്യക്തിക്ക് എന്ത് നൽകണം? നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫീസർ വൈദ്യസഹായം അഥവാ മെഡിക്കൽ എയ്ഡ് നൽകണം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഉത്തരവൊന്നും പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ഉറപ്പുവരുത്തുക. അതായത് ചില സന്ദർഭങ്ങളിൽ വിക്ടിമിന് ഇപ്പോൾ അഡ്വക്കേറ്റിനെയോ അല്ലെങ്കിൽ വക്കീലിനെയോ ഒന്നും വയ്ക്കാനുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രാപ്തി ഉണ്ടായിരിക്കില്ല. ആ സിറ്റുവേഷൻസിൽ സൗജന്യമായിട്ടുള്ള നിയമസഹായം ആർക്ക് ഉറപ്പുവരുത്തണം? നമ്മുടെ വിക്ടിമിന് ഉറപ്പുവരുത്തണം. അത് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയാണ് എന്ന് വകുപ്പ് 9 കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്, കൃത്യമായി ഓർക്കുക. അപ്പൊ ഈ 4 സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് തെറ്റായിട്ടുള്ള ഉത്തരം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓപ്ഷൻ ബി ആണ്, ഉത്തരവ് പുറപ്പെടുവിക്കാൻ സാധിക്കുന്നില്ല. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഗാർഹിക അതിക്രമം. നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസസ്, ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും വനിതകളെ സംരക്ഷിക്കുന്ന നിയമത്തിൽ ഗാർഹിക അതിക്രമമായിട്ട് എന്തിനെയൊക്കെ കൺസിഡർ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 3 എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അതിനു മുമ്പ് ഒരു പോയിന്റും കൂടെ നമുക്കൊന്ന് ഓർത്തെടുക്കാം. ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ 5 അധ്യായങ്ങളും 37 വകുപ്പുകളുമാണ് ഉള്ളത്. 5 ചാപ്റ്റേഴ്സും 37 വകുപ്പുകളും അടങ്ങുന്നതാണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, കൃത്യമായി മനസ്സിലാക്കുക. അതിൽ 9ാമത്തെ വകുപ്പിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തു. നമ്മുടെ സംരക്ഷണ ഉദ്യോഗസ്ഥന്റെ ചുമതലകളെ കുറിച്ചാണ് പറയുന്നത്. ഇനി സംരക്ഷണ ഉദ്യോഗസ്ഥന്റെ ചുമതലകളെ കുറിച്ച് പറയുന്നത് 9 ആണെങ്കിൽ സെക്ഷൻ 3 പറയുന്നത് എന്താണ് ഗാർഹിക അതിക്രമം എന്നാണ്. അപ്പൊ അതിന്റെ വിശദമായിട്ടുള്ള ഒരു പോയിന്റുകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു തവണയെങ്കിലും ഇത് നോക്കിയിട്ട് പോകണം. ആക്ടിൽ നിന്നുള്ള കൃത്യമായ അതേ വാക്കുകൾ ഉപയോഗിച്ചാണ് ഈ ഡെഫിനിഷൻ സെറ്റ് ചെയ്തേക്കുന്നത്. എതിർകക്ഷിയുടെ ഏതെങ്കിലും പെരുമാറ്റം, നമ്മുടെ ഈ കേസാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു പരാതിയാകുമ്പോഴത്തേക്കും ഒരു കക്ഷിയും കാണും, ഒരു എതിർകക്ഷിയും കാണും. എതിർകക്ഷിയുടെ ഏതെങ്കിലും ഒരു പെരുമാറ്റം, ഉപേക്ഷാ നടപടി, എതിർകക്ഷിയുടെ ഏതെങ്കിലും
ഏതെങ്കിലും ഒരു പെരുമാറ്റമായിക്കോട്ടെ, ഒരു ഉപേക്ഷയായിക്കോട്ടെ, ഒരു നടപടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചെയ്തി താഴെ പറയും പ്രകാരമാണെങ്കിൽ അവ ഗാർഹിക അതിക്രമമായിട്ട് കണക്കാക്കും. അപ്പൊ ചുവടെ അവർ കുറെ വസ്തുക്കൾ തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും എതിർകക്ഷിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എങ്കിൽ അതിനെ എന്തായിട്ട് കണക്കാക്കാം? ഡൊമസ്റ്റിക് വയലൻസ് ആയിട്ട് കണക്കാക്കാം. പരിശോധിക്കാം എന്തൊക്കെയാണെന്ന്. മാനസികമോ ശാരീരികമോ ആയി പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്യുക. നോക്കൂ, ഒന്നാമത്തെ പോയിന്റ്, പരാതിക്കാരിയെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഫിസിക്കലിയോ മെന്റലിയോ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അവരെ മുറിവേൽപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് എന്താണ്? ഗാർഹിക അതിക്രമമാണ്. ഇനി നോക്കൂ, പരാതിക്കാരിയുടെ ആരോഗ്യ സുരക്ഷ, ജീവൻ, ശാരീരിക അവയവങ്ങളുടെ സ്വാസ്ഥ്യം. പരാതിക്കാരിയുടെ ആരോഗ്യ സുരക്ഷ, അതായത് അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ജീവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ശാരീരിക അവയവങ്ങളുടെ സ്വാസ്ഥ്യം, ദാറ്റ് ഇസ് അവരുടെ വെൽനെസ്, അവരുടെ കംഫർട്ട്സ്, അവരുടെ വെൽനെസ്, ഇതൊക്കെ അപകടത്തിലാക്കുകയോ അതിന് മുതിരുകയോ ചെയ്യുക. അപ്പോൾ എന്തൊക്കെ പോയിന്റ് ആണെന്ന് കൃത്യമായി ആലോചിക്കണം. പരാതിക്കാരുടെ ആരോഗ്യ സുരക്ഷ, ജീവൻ, ശാരീരിക അവയവങ്ങളുടെ സ്വാസ്ഥ്യം തുടങ്ങിയവ അപകടത്തിലാക്കുകയോ അതിന് ഒരുമ്പെടുകയോ അല്ലെങ്കിൽ അതിന് മുതിരുകയോ ചെയ്യുന്നത് എന്ത് തന്നെയാണ്? ഗാർഹിക അതിക്രമമാണ്. ഈ പറയുന്ന വാക്കുകളൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് പോയാൽ നന്നായിരിക്കും. ഗാർഹിക അതിക്രമത്തിന്റെ പരിധിയിൽ വരാത്തതേത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഡെഫിനിഷൻ അറിയാവുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ എന്ത് എഴുതാൻ പറ്റുള്ളൂ? ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ എഴുതാൻ സാധിക്കുകയുള്ളൂ. സോ ആ വാക്കുകളൊന്ന് നോക്കുക. ഇനി ശാരീരികമായും ലൈംഗികമായും വാചികമായും വൈകാരികമായും. നോക്കൂ, ശാരീരികമായിട്ടുള്ള ദുരുപയോഗം, ലൈംഗികമായിട്ടുള്ള ദുരുപയോഗം, വാചികവും വൈകാരികവുമായിട്ടുള്ള ദുരുപയോഗം, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ചൂഷണം അല്ലെങ്കിൽ ദുരുപയോഗം എന്നിവയൊക്കെ എന്തായിട്ട് വരുന്നു? ഗാർഹിക അതിക്രമമായിട്ട് വരുന്നു. ഒരിക്കൽ കൂടി, ശാരീരികമായിട്ടുള്ള ദുരുപയോഗം, ലൈംഗികമായിട്ടുള്ള ദുരുപയോഗം, വാചികവും വൈകാരികവുമായിട്ടുള്ള ദുരുപയോഗം, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ദുരുപയോഗം അല്ലെങ്കിൽ ചൂഷണം എന്നതും എന്ത് തന്നെയാണ്? ഗാർഹിക അതിക്രമമാണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന പോയിന്റ് ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. സ്ത്രീധനം, മറ്റ് സ്വത്തുക്കൾ, വിലയുള്ള ജാമ്യം എന്നീ നിയമവിരുദ്ധ കാര്യങ്ങൾ നേടുന്നതിന് പരാതിക്കാരിയെയോ അവരുടെ ബന്ധമുള്ള ഏതെങ്കിലും വ്യക്തിയെയോ ശല്യം ചെയ്യുകയോ ദ്രോഹിക്കുകയോ പരിക്ക് പറ്റിക്കുകയോ ചെയ്യുന്ന പ്രവൃത്തിയും എന്ത് തന്നെയാണ്? ഗാർഹിക അതിക്രമം തന്നെയാണ്. അപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്നുമുള്ള ഒരു വസ്തുതയാണ് നമ്മുടെ ഈ കഴിഞ്ഞ ഖാദി ബോർഡ് എൽ ഡിയിൽ അവർ ചോദിച്ചത്. അപ്പൊ ഈ ഒരു ഡെഫിനിഷൻ കൃത്യമായി അറിയുന്ന ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതിനകത്ത് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ എഴുതാൻ സാധിക്കും. സോ കൃത്യമായി ഒന്ന് നോക്കി വെച്ചേക്കുക. സ്ത്രീധനം, മറ്റ് സ്വത്തുക്കൾ, വിലയുള്ള ജാമ്യം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പരാതിക്കാരിയെ അവരുടെ ബന്ധുവിനെയോ ശല്യപ്പെടുത്തിയാലും എന്ത് തന്നെയാണ്? അത് ഗാർഹിക അതിക്രമമാണ്. എ ബി, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞെല്ലാം A B C എന്ന് പറഞ്ഞാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ 2 പോയിന്റ് എ ബി എന്നീ വകുപ്പുകളിൽ പരാമർശിക്കുന്ന പെരുമാറ്റം മൂലം പരാതിക്കാരിക്കോ അവരുടെ ബന്ധുവിനോ ഭീതിജനകമായ അവസ്ഥയുണ്ടാക്കുന്നതും എന്ത് തന്നെയാണ്? നേരത്തെ പറഞ്ഞ 2 വസ്തുക്കൾ പ്രകാരം പരാതിക്കാരി ആയിക്കോട്ടെ അവരുടെ ബന്ധു ആയിക്കോട്ടെ അവർക്ക് ഭീതിജനകമായ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്താലും അതും എന്ത് തന്നെയാണ്? ഗാർഹിക അതിക്രമം എന്ന കൂട്ടത്തിൽ പരാമർശിക്കാം അല്ലെങ്കിൽ ഗണത്തിൽ പെടുത്താം എന്നാണ് പറയുന്നത്. ഇനി നോക്കൂ, മറ്റേതെങ്കിലും തരത്തിൽ പരാതിക്കാരിക്ക് ശാരീരികമോ മാനസികമോ ആയ ഉപദ്രവം, ക്ഷതം, ക്ലേശം എന്നിവ ഉണ്ടാക്കുന്നതും ഏത് തന്നെയാണ്? ഗാർഹിക അതിക്രമമാണ്. ഈ വകുപ്പിന് കീഴിൽ ഗാർഹിക പീഡനം ഉണ്ടാക്കുന്നു എന്ന് നിർണ്ണയിക്കുന്നതിന് കേസിന്റെ വസ്തുതകളും മൊത്തത്തിലുള്ള സാഹചര്യങ്ങളും കണക്കിലെടുത്തായിരിക്കും എന്നാണ് പറയുന്നത്. ഇതും PSC ഒരു തവണ ചോദിച്ച ചോദ്യമാണ്. എങ്ങനെയാണ് ഒരു ഗാർഹിക അതിക്രമം നിർണ്ണയിക്കപ്പെടുന്നത്? അതായത് ഈ പോയിന്റ് കൃത്യമായി ശ്രദ്ധിച്ചോണം. മൊത്തമായിട്ടുള്ള കേസിന്റെ വസ്തുതകളും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള സാഹചര്യങ്ങളും കണക്കിലെടുത്താണ് ഗാർഹിക അതിക്രമത്തെ നിർണ്ണയിക്കുന്നത്. ഇത് കൃത്യമായി ഒന്ന് ഓർക്കേണ്ട പോയിന്റ് ആണ്. സംരക്ഷണ ഉദ്യോഗസ്ഥന്മാരുടെ കർത്തവ്യങ്ങളെക്കുറിച്ചും ചുമതലകളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 9. അപ്പോൾ ഇതുവരെയാണ് നമ്മുടെ ഗാർഹിക അതിക്രമം എന്നതിന്റെ ഡെഫിനിഷൻ വരുന്നത്. അടുത്ത പോയിന്റ് എന്താണ്? സംരക്ഷണ ഉദ്യോഗസ്ഥരുടെ കർത്തവ്യങ്ങളെക്കുറിച്ചും ചുമതലകളെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 9 ആണ്. കൃത്യമായി ഓർക്കുക. ഇനി ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ വകുപ്പ് 9 പ്രതിപാദിച്ചിരിക്കുന്ന സംരക്ഷണ ഉദ്യോഗസ്ഥൻ അഥവാ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ്, ചുമതലകൾ എന്തൊക്കെയാണ് നമുക്ക് വേഗമൊന്ന് നോക്കാം. നോക്കൂ, മജിസ്ട്രേറ്റിനെ ആക്ട് പ്രകാരമുള്ള അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്നതിന് സഹായിക്കുക എന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ മജിസ്ട്രേറ്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഏത്? അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഏത്? നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന വകുപ്പ് 9 പറയുന്നു. ഇനി ഗാർഹിക അതിക്രമങ്ങളെ കുറിച്ച് പരാതികൾ മജിസ്ട്രേറ്റിനും അധികാര പരിധിയിൽ വരുന്ന സേവനദാതാവിനും പോലീസ് ഉദ്യോഗസ്ഥനും നൽകേണ്ടതാണ്. അതായത് ഒരു ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ചുള്ള ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അത് ആ ഏരിയയിലുള്ള സേവനദാതാക്കൾ, അതായത് നമ്മുടെ ആ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ജൂറിസ്ഡിക്ഷൻ അധികാര പരിധിയിൽ വരുന്ന മജിസ്ട്രേറ്റിനും അതുപോലെ തന്നെ സേവനദാതാവ്, സർവീസ് പ്രൊവൈഡർ എന്ന് നമ്മൾ പറയും. ഈ നിയമത്തിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ, അതായത് വിക്ടിമിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് സേവനദാതാക്കൾ അഥവാ സർവീസ് പ്രൊവൈഡർ. അപ്പോൾ ഈ സർവീസ് പ്രൊവൈഡേഴ്സിനായിക്കോട്ടെ മജിസ്ട്രേറ്റിനായിക്കോട്ടെ
അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കായിക്കോട്ടെ എന്തെങ്കിലും ഗാർഹിക പീഡനത്തിന്റെ പരാതി ലഭിച്ചാൽ അത് ആര് ഫോർവേഡ് ചെയ്യണം? നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫീസർ ഫോർവേഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇനി നോക്കൂ, പരാതിക്കാരിക്ക് ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് 1987 പരാതിക്കാരിക്ക് സൗജന്യ നിയമസഹായം നൽകുന്നതിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. 1987 ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് പ്രകാരം വിക്ടിമിന് എന്ത് നൽകണം? സൗജന്യമായിട്ടുള്ള നിയമസഹായം ഏർപ്പെടുത്തണം, ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇനി നോക്കൂ, മജിസ്ട്രേറ്റിന്റെ അധികാര പരിധിയിലുള്ള തദ്ദേശ പ്രദേശത്തെ എല്ലാ സേവനദായകരുടെയും അഭയമന്ദിരങ്ങളുടെയും ചികിത്സാ സൗകര്യങ്ങളുടെയും ഒരു പട്ടിക സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ആര്? പ്രൊട്ടക്ഷൻ ഓഫീസർ. ഈ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ കയ്യിൽ എന്തിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കണം? അതായത് ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട അസിസ്റ്റൻസ് ഒക്കെ ആണ് ഇദ്ദേഹം കൊടുക്കണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്തിന്റെയൊക്കെ ലിസ്റ്റാണ് ഇദ്ദേഹം സൂക്ഷിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. മജിസ്ട്രേറ്റിന്റെ അധികാര പരിധിയിലുള്ള തദ്ദേശ പ്രദേശത്തെ എല്ലാ സേവനദാതാക്കളുടെയും അഭയമന്ദിരങ്ങളുടെയും അതായത് ഷെൽട്ടർ ഹോമുകളുടെയും ചികിത്സാ സൗകര്യങ്ങളുടെയും ഒക്കെ ഒരു പട്ടിക നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അതാണ് നമ്മുടെ ആ ഒരു ഖാദി ബോർഡ് LD ക്വസ്റ്റ്യനിൽ അവർ ആദ്യത്തെ പോയിന്റ് ആയിട്ട് ചോദിച്ചത്. ഇനി നോക്കാം, പരാതിക്കാരിക്ക് സംരക്ഷണാർത്ഥമുള്ള ഒരു അഭയമന്ദിരം ഉറപ്പാക്കുകയും അതിന്റെ റിപ്പോർട്ട് മജിസ്ട്രേറ്റിനും അധികാര പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷനിലേക്കും അയച്ചു കൊടുക്കണം. ഇപ്പോൾ ആ വിക്ടിമിന് അല്ലെങ്കിൽ പരാതിക്കാരിക്ക് വീട്ടിൽ തുടർന്ന് താമസിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവരെന്ത് ചെയ്യണം? ഒരു സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്യൂർ ആയിട്ടുള്ള ഒരു ഷെൽട്ടർ ഹോം അഭയമന്ദിരത്തിലേക്ക് മാറ്റണം. എന്നിട്ട് റിപ്പോർട്ടുകൾ പോലീസ് സ്റ്റേഷനിലേക്കും മജിസ്ട്രേറ്റിനും ഒക്കെ എന്ത് ചെയ്യണം? അധികാര പരിധിയിലുള്ള മജിസ്ട്രേറ്റിനും ഒക്കെ അയച്ചു കൊടുക്കണം. അതും ആരുടെ ചുമതലയാണ്? പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയാണ് എന്ന് വകുപ്പ് 9 പ്രതിപാദിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നും ഈ ഒരു സെക്ഷനിൽ നിന്നും പലതവണ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സെക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്ത് പറഞ്ഞു തരുന്നത്. ഇനി നോക്കൂ, മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത കൂടി നമുക്ക് മനസ്സിലാക്കാം. വകുപ്പ് 9 പ്രതിപാദിച്ചിരിക്കുന്നതാണ്, ശാരീരികമായി പരിക്കേറ്റതോ അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടതോ ആയ ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ലഭ്യമാക്കണം? അതുപോലെ തന്നെ സൗജന്യമായിട്ടുള്ള വൈദ്യ പരിശോധന അല്ലെങ്കിൽ മെഡിക്കൽ നീഡ്സ് ഒക്കെ അവർക്ക് നൽകണം അല്ലെങ്കിൽ അവൈലബിൾ ആക്കണം എന്ന് പറയുന്നു. എന്നിട്ട് അതിന്റെ ഒരു റിപ്പോർട്ട് മജിസ്ട്രേറ്റിനും അതുപോലെ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കും ഒക്കെ ആര് ഫോർവേഡ് ചെയ്യണം അല്ലെങ്കിൽ ആര് നൽകണം? നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫീസർ നൽകണം എന്നും പറയുന്നു. അപ്പോൾ സൗജന്യ നിയമസഹായം അതുപോലെ തന്നെ വൈദ്യ പരിശോധനയ്ക്കൊക്കെ വിധേയമാക്കണം. ഇതും പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയാണ്. കൃത്യമായി ഈ വസ്തുക്കളൊക്കെ ഓർക്കണം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പാണ് വകുപ്പ് 11. ഈ വകുപ്പ് 11 നിന്നുമുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം 2021 LDC പരീക്ഷയിൽ ചോദിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് വകുപ്പ് 11 പ്രതിപാദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്ന് നോക്കാം. ഈ സർക്കാരിന്റെ കർത്തവ്യങ്ങൾ, റോൾ ഓഫ് ദ ഗവൺമെന്റ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ഓഫ് ദ ഗവൺമെന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലകളാണ്. ഇനി സർക്കാരിന്റെ കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ആണ് നമ്മൾ നോക്കുന്നത്. വകുപ്പ് 11 പ്രതിപാദിക്കുന്നത്. കൃത്യമായി ഓർക്കുക. നോക്കൂ, പൊതുമാധ്യമങ്ങളിലൂടെ ക്രമമായ ഇടവേളകളിൽ ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിപുലമായ പ്രചാരണം നൽകണം. ഇത്രയേ ഉള്ളൂ ഇതിന്റെ വസ്തുത. ഇതിന്റെ ഈ ആക്ടിലെ വാക്കായിട്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അതായത് കൃത്യമായി ബോധവൽക്കരണം നടത്തണം. സമൂഹ മാധ്യമത്തിലൂടെ, അതായത് TV-യിലൂടെയും റേഡിയോയിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ മറ്റ് സാമൂഹിക മാധ്യമങ്ങളിലൂടെയൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ സമൂഹത്തെ ബോധവാന്മാരാക്കണം അല്ലെങ്കിൽ അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണം. അത് ആരുടെ ചുമതലയാണ്? വകുപ്പ് 11 പ്രകാരം സർക്കാരിന്റെ ചുമതലയാണ്. പൊതുമാധ്യമങ്ങളിലൂടെ ക്രമമായ ഇടവേളകളിൽ എന്ത് നടത്തണം? ബോധവൽക്കരണം നടത്തണം. എന്നാലേ ആൾക്കാരിലേക്ക് ഈ നിയമത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എത്തുകയുള്ളൂ. കൃത്യമായി മനസ്സിലാക്കുക. ഇനി ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ആക്ട് മൂലം ഉണ്ടായിട്ടുള്ള വിവാദങ്ങളിൽ മേൽ ആനുകാലികമായ അവബോധങ്ങളും ബോധവൽക്കരണങ്ങളും പരിശീലനവും നൽകുക. നോക്കൂ, രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ, സംസ്ഥാന സർക്കാർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ജുഡീഷ്യൽ ആൾക്കാരുമൊക്കെ ഈ നിയമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് മജിസ്ട്രേറ്റ് അതുപോലെ തന്നെ മറ്റ് ജുഡീഷ്യൽ അംഗങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ആരും ആയിക്കോട്ടെ, ഉദ്യോഗസ്ഥർക്കെല്ലാം തന്നെ എന്ത് നൽകണം? കൃത്യമായ ഇടവേളകളിൽ പരിശീലനവും ബോധവൽക്കരണ പരിപാടിയും നൽകണം. അതായത് പ്രോപ്പർ ട്രെയിനിങ് ഉദ്യോഗസ്ഥർക്കിടയിലും നൽകണമെന്നാണ് പറയുന്നത്. അതും നമ്മുടെ സർക്കാരിന്റെ ഒരു ചുമതലയാണ്. ഇനി ആക്ടുമായി ബന്ധപ്പെട്ട് മന്ത്രാലയങ്ങളും വകുപ്പുകളും നൽകുന്ന, നോക്കൂ, ഇതാണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചത്. ആക്ടുമായി ബന്ധപ്പെട്ട് മന്ത്രാലയങ്ങൾ, മിനിസ്റ്ററിയും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ്സ്, വകുപ്പുകളും നൽകുന്ന സേവനങ്ങളുടെ ഏകീകരണവും ആനുകാലിക പുനരവലോകനവും നടത്തുക. നോക്കൂ, ഈ ആക്ടുമായി ബന്ധപ്പെട്ട് ധാരാളം മന്ത്രാലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആഭ്യന്തര മന്ത്രാലയം, അതായത് പോലീസുമായി ബന്ധപ്പെട്ട മന്ത്രാലയമാണ് ആഭ്യന്തര മന്ത്രാലയം, നിയമകാര്യ മന്ത്രാലയം, ലോ മിനിസ്റ്ററി, അതുപോലെ തന്നെ സാമൂഹിക നീതി മന്ത്രാലയം. അപ്പൊ ഇങ്ങനെയുള്ള പല മന്ത്രാലയങ്ങളുടെ കൂട്ടായ്മയിലൂടെയാണ് അല്ലെങ്കിൽ അവരുടെയൊക്കെ പ്രവർത്തനം ഏതിനാവശ്യമാണ്? ഈ ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമാണ്. അപ്പോൾ ഈ മന്ത്രാലയങ്ങളെ എല്ലാം തന്നെ സംയോജിപ്പിച്ച്, അതായത് ഒരുമിപ്പിച്ച് പ്രവർത്തിപ്പിക്കുക എന്നത് ആരുടെ ചുമതലയാണ്? അത് സെക്ഷൻ 11 പ്രകാരം ഗവൺമെന്റിന്റെ ചുമതലയാണ് എന്നാണ് പറയുന്നത്. ഇതാണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചത്. പോയിന്റ് കൃത്യമായി മനസ്സിലാക്കുക. ആക്ടുമായി ബന്ധപ്പെട്ട് മന്ത്രാലയങ്ങളായിക്കോട്ടെ, വകുപ്പുകളായിക്കോട്ടെ, അവർ നൽകുന്ന സേവനങ്ങൾ എന്ത് ചെയ്യണം? ഏകോപിപ്പിച്ച് പ്രവർത്തിപ്പിക്കണം
സംരക്ഷിക്കണം. ഇതും നമ്മുടെ സർക്കാരിന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറയുന്നു. ഇനി അടുത്തതായി പറയുന്നത് 11ാമത്തെ വകുപ്പിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രോട്ടോകോൾ തയ്യാറാക്കുക. എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം. കോടതികൾ ഉൾപ്പെടെ ഈ ആക്ട് പ്രകാരം സ്ത്രീകൾക്ക് സേവനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ മന്ത്രാലയങ്ങളുടെ പ്രോട്ടോകോൾസ് തയ്യാറാക്കിയെന്നും സമർപ്പിച്ചെന്നും ഉറപ്പാക്കുക. അപ്പോൾ അത് ആരുടെ ചുമതലയാണ്? പ്രോട്ടോകോൾ തയ്യാറാക്കുക, അല്ലെങ്കിൽ അത് സമർപ്പിക്കുക, അത് കൃത്യമായ ഇടവേളകൾ സമർപ്പിച്ചു എന്നൊക്കെ ഉള്ളത് പരിശോധിക്കുക, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ആരുടെ ചുമതലയാണ്? സർക്കാരിന്റെ ചുമതലയാണ് എന്ന് കൃത്യമായി ഓർക്കുക. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പായ വകുപ്പ് 18 കുറിച്ചാണ്. ഇവിടെ നിന്നും പല പരീക്ഷകളിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ ആ ഒരു സെക്ഷൻ കൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം. സംരക്ഷണ ഉത്തരവുകൾ, അതായത് പ്രൊട്ടക്ഷൻ ഓർഡേഴ്സ്. നോക്കൂ, നമ്മുടെ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഒരു വിക്ടിമിന് എന്തൊക്കെയാണ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പരിഹാരങ്ങളാണ് ലഭിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇവർക്ക് കുറെ സംരക്ഷണ ഉത്തരവുകൾ അഥവാ പ്രൊട്ടക്ഷൻ ഓർഡറുകൾ ലഭിക്കുന്നു. ആ പ്രൊട്ടക്ഷൻ ഓർഡറുകളെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ നോക്കേണ്ട വകുപ്പാണ് ഏത്? വകുപ്പ് 18. അപ്പോൾ 18ാമത്തെ വകുപ്പിൽ പറയുന്നത് സംരക്ഷണ ഉത്തരവുകളെ കുറിച്ചാണ്. കൃത്യമായി ഓർക്കുക. ഗാർഹിക അതിക്രമത്തിന് ഇരയായ പരാതിക്കാരിക്ക് അനുകൂലമായി മജിസ്ട്രേറ്റ് പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. ഒരു ഗാർഹിക നിരോധന നിയമപ്രകാരമുള്ള ഒരു കേസ് കോടതിയിൽ എത്തിയെന്ന് നിങ്ങൾ വിചാരിക്കുക. നമ്മുടെ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യും? ഇരു വിഭാഗക്കാരുടെയും, അതായത് നമ്മുടെ വിക്ടിമിന്റെ കക്ഷിയുടെയും എതിർ കക്ഷിയുടെയും വാദം കേൾക്കും. രണ്ടുപേരുടെയും വാദം കേട്ടതിന് ശേഷം നമ്മുടെ പരാതിക്കാരിക്ക് അനുകൂലമായിട്ട്, ആർക്ക് അനുകൂലമായിട്ട്? നമ്മുടെ വിക്ടിമിന് അനുകൂലമായിട്ട് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് സംരക്ഷണ ഉത്തരവുകൾ. അപ്പൊ നോക്കൂ, മറ്റൊരു വസ്തുത കൂടി മനസ്സിലാക്കൂ. സംരക്ഷണ ഉത്തരവുകൾ ആർക്ക് അനുകൂലമായിട്ടാണ് മജിസ്ട്രേറ്റ് പുറപ്പെടുവിക്കുന്നത്? വിക്ടിം അഥവാ പരാതിക്കാരിക്ക്, അല്ലെങ്കിൽ അതിക്രമത്തിന് ഇരയായ വ്യക്തിക്ക് അനുകൂലമായിട്ടാണ് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഇതാണ് സംരക്ഷണ ഉത്തരവ് എന്ന് കൂടി ഒന്ന് കൃത്യമായി മനസ്സിലാക്കുക. സെക്ഷൻ 18ലാണ് സംരക്ഷണ ഉത്തരവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി എന്താണ് സംരക്ഷണ ഉത്തരവുകൾ, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് അതിന്റെ അണ്ടറിൽ വരുന്നത് എന്ന് നമുക്കൊന്ന് വേഗം നോക്കാം. പരാതിക്കാരിയുടെയും എതിർകക്ഷിയുടെയും വാദം കേട്ടതിനു ശേഷം ഗാർഹിക അതിക്രമം നടന്നു എന്ന് മജിസ്ട്രേറ്റിന് ബോധ്യപ്പെടുന്ന പക്ഷം മജിസ്ട്രേറ്റ് പരാതിക്കാരിക്ക് അനുകൂലമായി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ, ഓർഡറാണ് എന്ത്? നമ്മുടെ സംരക്ഷണ ഉത്തരവുകൾ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സംരക്ഷണ ഉത്തരവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. റിസ്ട്രിക്റ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, എതിർകക്ഷി നമ്മുടെ പരാതിക്കാരിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവാകാം. ചിലപ്പോൾ നമ്മുടെ വിക്ടിമിന്റെ വീട്ടിൽ എതിർകക്ഷി പ്രവേശിക്കരുത്, അല്ലെങ്കിൽ കയറരുത്, അതൊക്കെ തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവാകാം. ചിലപ്പോൾ ഈ വിക്ടിമിന് നിരന്തരം ഈ എതിർകക്ഷി, അല്ലെങ്കിൽ നമ്മുടെ റെസ്പോണ്ടന്റ് എന്ന് പറഞ്ഞാൽ എതിർകക്ഷി ശല്യപ്പെടുത്തുന്നുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ്, അവരുടെ ജോലി സ്ഥലത്ത് പോയി കാണുന്നതോ, അല്ലെങ്കിൽ നിരന്തരം ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തുന്നതോ എന്തോ ആയിക്കോട്ടെ, അവരെ എന്ത് ചെയ്യുന്നത്? അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അതായത് വിക്ടിമിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ്. എതിർകക്ഷിയെ വിലക്കിക്കൊണ്ടും നമ്മുടെ വിക്ടിമിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഉത്തരവുകളെയാണ് സംരക്ഷണ ഉത്തരവുകൾ എന്ന് പറയുന്നത്. നോക്കൂ, അപ്പൊ എന്തൊക്കെ രീതിയിലുള്ള സംരക്ഷണ ഉത്തരവുകളാണ് ഈ നിയമപ്രകാരം ലഭിക്കുന്നത്, വിക്ടിമിന് ലഭിക്കുന്നത് എന്നുകൂടി നോക്കാം. റെസിഡൻസ് ഓർഡർ, അതായത് താമസ സൗകര്യത്തിനുള്ള ഉത്തരവ്. ഒരു പോയിന്റും കൂടെ എക്സ്ട്രാ ഓർത്തോണം. ഈ നിയമത്തിലെ വകുപ്പ് 19ലാണ്. ഈ നിയമത്തിലെ വകുപ്പ് 18 നമുക്കറിയാം. വകുപ്പ് 19 എന്താണ് പറയുന്നത്? താമസ സൗകര്യത്തിനുള്ള ഉത്തരവ്, റെസിഡൻസ് ഓർഡർ ആണ് എന്ന് മനസ്സിലാക്കുക. അതായത് വിക്ടിമിന് താമസിക്കാനുള്ള സൗകര്യങ്ങൾ നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് ഏത്? റെസിഡൻസ് ഓർഡർ, താമസ സൗകര്യത്തിനുള്ള ഉത്തരവ് പ്രതിപാദിക്കുന്ന വകുപ്പ് 19. ഇനി മോണിറ്ററി ഓർഡർ, അടുത്തത് 20ാമത്തെ വകുപ്പിലുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ നിയമത്തിലെ വകുപ്പ് 20നകത്ത് പറയുന്നത് മോണിറ്ററി ഓർഡർ അഥവാ സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ്. നമ്മുടെ വിക്ടിമിന് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ നൽകണം എന്ന് പറഞ്ഞ് പ്രതിപാദിച്ചുകൊണ്ട് മജിസ്ട്രേറ്റ് പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മോണിറ്ററി ഓർഡർ. പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 20. ഇനി നോക്കൂ, അടുത്തത് കസ്റ്റഡി ഓർഡർ, വകുപ്പ് 21. നിയമത്തിലെ വകുപ്പ് 21 പറയുന്നത് കസ്റ്റഡി ഉത്തരവുകളാണ്. ഇപ്പോ നമ്മുടെ വിക്ടിമിന്റെ, നമ്മുടെ പരാതിക്കാരുടെ കുട്ടികളുടെ സംരക്ഷണം, അല്ലെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട അവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് മജിസ്ട്രേറ്റ് പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് കസ്റ്റഡി ഓർഡർ എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഇനി നോക്കൂ, അടുത്തത് കോമ്പൻസേഷൻ ഓർഡർ. 22ാമത്തെ സെക്ഷനിൽ പറയുന്നു കോമ്പൻസേഷൻ ഓർഡർ അഥവാ നഷ്ടപരിഹാര ഉത്തരവ്. അപ്പോൾ 22 പ്രകാരം ലഭിക്കുന്ന ഉത്തരവാണ് ഏത്? നഷ്ടപരിഹാര ഉത്തരവ്. നമ്മുടെ വിക്ടിമിന് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നികത്താൻ വേണ്ടിയിട്ട് മജിസ്ട്രേറ്റ് കൊടുക്കുന്ന ഉത്തരവാണ് ഏത്? നഷ്ടപരിഹാര ഉത്തരവ് 22 കൃത്യമായി ഓർക്കുക. അപ്പൊ 18, 19, 20, 21, 22 കൃത്യമായി ഓർത്തുകൊണ്ട് പോവുക. ഇതെല്ലാം തന്നെ പ്രൊട്ടക്ഷൻ ഓർഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നടന്ന LD പരീക്ഷയിൽ ചോദിച്ച കേരളം ഭരണവും ഭരണ സംവിധാനവും എന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ്. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജന കമ്മീഷൻ ചെയർമാൻ ആര് എന്ന ചോദ്യമാണ് ചോദിച്ചത്. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജന കമ്മീഷന്റെ ചെയർമാൻ ആര് എന്ന ചോദ്യമാണ് ചോദിച്ചത്. ഓപ്ഷൻ നോക്കാം. 1 ചിന്ത ജെറോം, 2 ശ്രീ M ഷാജർ, അഡ്വക്കേറ്റ്
കെ അരുൺകുമാർ, ശ്രീ എം സ്വരാജ്. കൃത്യമായ ഉത്തരം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജന കമ്മീഷന്റെ ചെയർമാനാണ് എം ഷാജർ. ശ്രീ എം ഷാജർ ആണ് നമ്മുടെ ഇപ്പോഴത്തെ യൂത്ത് കമ്മീഷന്റെ, കേരള സ്റ്റേറ്റ് യൂത്ത് കമ്മീഷന്റെ ചെയർമാനായിട്ട് ഇരിക്കുന്ന വ്യക്തി. ഇനി യൂത്ത് കമ്മീഷനെ കുറിച്ച് ചില പ്രധാനപ്പെട്ട വസ്തുക്കൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. യുവജനങ്ങളുടെ ശാക്തീകരണത്തിനും അവകാശ സംരക്ഷണത്തിനുമായി, യുവജനങ്ങളുടെ ശാക്തീകരണത്തിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച കമ്മീഷനാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ. കൃത്യമായി ഓർക്കുക. ഇനി കേരള നിയമസഭ പാസാക്കിയ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 2014 കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ ഈ കമ്മീഷൻ, കേരള സംസ്ഥാന യുവജന കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ഒരു നിയമാനുസൃത സ്ഥാപനമാണ്. എന്തെന്നാൽ കേരള നിയമസഭ പാസാക്കിയ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് രൂപീകരിക്കപ്പെട്ടത്? നമ്മുടെ കേരളത്തിൽ ഒരു യുവജന കമ്മീഷൻ രൂപീകരിച്ചത്. 2014 കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. അടുത്തതായി നമുക്ക് നോക്കാം. പരിസ്ഥിതി സംരക്ഷണത്തിനും പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നതിനും യുവജന കമ്മീഷൻ ആരംഭിച്ച പദ്ധതിയാണ് ഗ്രീൻ യൂത്ത് പദ്ധതി. അപ്പൊ നോക്കൂ, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഗ്രീൻ യൂത്ത് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ ഒരു പദ്ധതിയാണ് ഏത്? ഗ്രീൻ യൂത്ത് പദ്ധതി. എന്താണ് ഗ്രീൻ യൂത്ത് പദ്ധതി? പരിസ്ഥിതി സംരക്ഷണത്തിനും എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സംരക്ഷണത്തിനും പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നതിനും വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു യുവജന കമ്മീഷന്റെ പദ്ധതിയാണ് ഏത്? ഗ്രീൻ യൂത്ത് പദ്ധതി. കൃത്യമായി ഒന്ന് ഓർക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് യൂത്ത് ഐക്കൺ പുരസ്കാരത്തെ കുറിച്ചാണ്. യൂത്ത് ഐക്കൺ പുരസ്കാരം വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച തലമുറയിൽപ്പെട്ട പ്രതിഭകൾക്ക് എല്ലാ കൊല്ലവും നൽകി വരുന്ന പുരസ്കാരമാണ് യൂത്ത് ഐക്കൺ പുരസ്കാരം. അപ്പൊ യൂത്ത് ഐക്കൺ പുരസ്കാരം നമ്മുടെ യുവജന കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു പുരസ്കാരമാണ്. വിവിധ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് വർഷം തോറും നൽകി വരുന്ന ഒരു പുരസ്കാരമാണ് ഇത് യൂത്ത് ഐക്കൺ പുരസ്കാരം. അതും കൂടി ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ആദ്യമായ ഒരു സംസ്ഥാനതല ട്രാൻസ്ജെൻഡർ അദാലത്ത് സംഘടിപ്പിച്ചത് കേരള സംസ്ഥാന യുവജന കമ്മീഷനാണ്. അപ്പൊ ആദ്യമായിട്ട് കേരളത്തില് സംസ്ഥാന തലത്തിൽ, സ്റ്റേറ്റ് ലെവലിൽ ഒരു ട്രാൻസ്ജെൻഡർ അദാലത്ത് സംഘടിപ്പിച്ച ആരാണ്? കേരള സംസ്ഥാന യുവജന കമ്മീഷനാണ്. ഓർക്കുക. അപ്പോൾ ഈ ഒരു പോയിന്റുകളെല്ലാം തന്നെ കൃത്യമായി ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ PSC ചോദിക്കാറുണ്ട്. അപ്പൊ അതിൽ നിന്നും ഒരു 2-3 പ്രധാനപ്പെട്ട വസ്തുക്കൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നത് 2013 ജൂൺ 3-നാണ്. അപ്പൊ എന്നാണ് കേരളത്തിൽ ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ നിലവിൽ വന്നത്? 2013 ജൂൺ 3-നാണ് എന്ന് കൃത്യമായി ഓർക്കുക. ഇനി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ബാലാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട്, ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം. കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് 2005. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് റൂൾസ് 2012. കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് റൂൾസ് 2012 എന്നിവയുടെ വ്യവസ്ഥകൾ പ്രകാരമാണ് കേരളത്തിൽ എന്ത് രൂപീകരിക്കപ്പെട്ടത്? ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ 2013 രൂപീകരിച്ചത്. കൃത്യമായി ഓർക്കുക. നിലവിലെ ചെയർപേഴ്സൺ, കേരള സംസ്ഥാനത്തെ ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആണ് KV മനോജ് കുമാർ. KV മനോജ് കുമാർ ആണ് ഇപ്പോ ചെയർപേഴ്സൺ ആയിട്ട് ഇരിക്കുന്നത്. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കമ്മീഷനാണ് നിലവിലെ കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ. അപ്പോ ഈ ഒരു പോയിന്റും കൂടെ ഓർത്തോളൂ. നിലവില് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ, കേരള പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആയിട്ടിരിക്കുന്ന വ്യക്തിയാണ് ജസ്റ്റിസ് G ശശിധരൻ. അപ്പോൾ നമ്മൾ 3 പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റുകൾ പഠിച്ചു. 1 M ഷാജർ, കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ ചെയർമാൻ. 2 KV മനോജ് കുമാർ, കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. അതുപോലെ തന്നെ ജസ്റ്റിസ് G ശശിധരൻ, കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആണ്. കൃത്യമായി ഓർക്കുക.